എന്റെ ഭഗവാനെ, എല്ലാരും കൂടെ എന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൽനോസ്പേട്ട പോലീസ് സ്റ്റേഷനിലായി, സെൻട്രൽ ജയിലിലായി, എന്നെ തൂക്കിക്കൊന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്റെ പഞ്ചിൽ കുത്തിരിക്കുന്നുണ്ട് ഗൈസ്. എന്റെ പഞ്ചില് വിശദ വിവരം പറഞ്ഞുകൊണ്ട് കാസർഗോഡ് കുമ്പളയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസ്. പെരുമ്പള സ്വദേശി ധന്യ എസ് ആറിനെതിരെയാണ് കേസെടുത്തത്. വാഹന പരിശോധനയ്ക്കിടെ മനുഷ്യജീവൻ അപകടമുണ്ടാക്കും വിധം പ്രതി വാഹനവുമായി കടന്നുകളഞ്ഞുവെന്നാണ് കേസ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ നൽകുന്ന ഈ വാർത്തയിലേക്ക് ഞാൻ വരും. എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബർ ഹെലനോസ്പാട്ട അഥവാ ധന്യ വെള്ളമടിച്ച് വണ്ടി ഓടിച്ചു അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ് റീസെന്റ് വരുന്ന ന്യൂസ് കണ്ടിട്ട് കള്ളമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. ഇനിയിപ്പോ ഹെലൻ അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് 8 മണിക്ക് 8-9 മണിക്കൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കപ്പം നോക്കാം. പക്ഷേ വെള്ളമടിച്ചു ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്ത എല്ലാ മെയിൻ സ്ട്രീം മീഡിയകളും കൊടുക്കും. ഇപ്പൊ വെള്ളമടിക്കുന്നത് ഹെലന്റെ പേഴ്സണൽ കാര്യം, അതിൽ നമുക്ക് തലയിടേണ്ട കാര്യമൊന്നുമില്ല. ഗവൺമെന്റ് വിൽക്കുന്ന സാധനം വാങ്ങിച്ചടിക്കുന്നു, അവളുടെ ഇഷ്ടം, അടിക്കുകയോ അടിക്കാതിരിക്കുകയോ ചെയ്തിട്ട്. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ആൽക്കഹോൾ ഈസ് ഇൻജൂസ് ടു ഹെൽത്ത്, സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവളുടെ പേഴ്സണൽ കാര്യം നമുക്ക് അതിൽ തലയിട്ടിട്ട് എന്തിനാടി നീ അടിച്ചു എന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല, അത് അവളുടെ ഇഷ്ടം. പക്ഷെ അടിച്ചും കൊണ്ട് നീ വണ്ടി ഓടിച്ചാൽ നമ്മൾ ചോദിക്കും. ഇവിടെ എനിക്ക് കുറെ പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, അടിച്ചു പോടെ, ഇനിഷ്യൽ അയച്ചു തന്നിട്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. കാരണം എന്നെ അടിച്ചു പോയി. 1 മാസത്തേക്ക് എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല. നിങ്ങൾ അയച്ചു തരുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല 1 മാസത്തേക്ക്. അതുകൊണ്ട് അതുവരെ ഒന്ന് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ചെറിയൊരു ഇഷ്യൂ മാത്രം എൻ്റെ ഇൻസ്റ്റാഗ്രാമിന് നിലവിലിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അല്ല ഞാൻ ജാടത്തെണ്ടിയാണ് എന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജിന് 1 മാസം 29 ദിവസം കണ്ടിന്യൂ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് റിപ്ലൈ തരാം. അപ്പോൾ ഹെലൻ്റെ കേസിലോട്ട് വരാം. ഹെലൻ വെള്ളം അടിച്ചോ ഇല്ലയോ എന്നല്ല ഇവിടുത്തെ നമ്മുടെ വിഷയം. പക്ഷെ ഇവള് വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചോ എന്നതാണ് ഇവിടുത്തെ വിഷയം. വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, തക്കതായ നടപടി എടുക്കുക. ഇനി ഓട്ടിച്ചിട്ടില്ല, വണ്ടിക്കകത്ത് ഇരുന്നതേ ഉള്ളൂ, ഞാൻ വണ്ടിയുടെ സൈഡിലേ നിന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്ന് കാണണം. കാരണം ധന്യക്ക് എന്താണ് പറയുന്നത് ഉള്ളതെന്ന് കേൾക്കണമല്ലോ. പ്രത്യേകിച്ച് വളരെ കോൺഫിഡൻസോട് കൂടിയൊക്കെ ഒരു വീഡിയോ ഇടുന്ന കണ്ടപ്പോൾ ഞാൻ തന്നെ ഇതെന്താ ഇവൾ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ അതിനകത്ത് ഇവൾ അടിച്ചെന്നാ ഇല്ലെന്നാ, ഇനി അബദ്ധം പറ്റിയെന്ന് പറയാനാണ്, ഇനി മാപ്പ് ചോദിക്കുകയാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അതുപോലെ തന്നെ കാദർ കരിപ്പൊടി ഒളിവിലാണെന്ന് പറയുന്നുണ്ട്. പല ന്യൂസുകളും ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എല്ലാം ഏറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോന്തോ ഞാൻ പോകുന്നത്, ഞാൻ പിന്നെ ഇമാതിരി തൊട്ടിപ്പരിപാടിക്കൊന്നും പോകത്തില്ല. വേറെ വല്ല തൊട്ടിപ്പരിപാടിക്കും പോയാലേ ഉള്ളൂ, അതിൽ പോയാൽ പോയി, അത് വിട്. ഇമാതിരി വണ്ടി ഓടിക്കുമ്പോൾ വെള്ളം ഓടിക്കുന്ന പരിപാടി നമുക്ക് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, നമ്മളെ ഒറ്റ മൂട്. അപ്പോൾ നമുക്ക് ആദ്യം ന്യൂസ് ഒന്ന് കേൾക്കാം. ന്യൂസ് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലോട്ട് നേരെ വരാം. കാസർഗോഡ് കുമ്പളയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസ്. പെരുമ്പള സ്വദേശി ധന്യ എസ് ആറിനെതിരെയാണ് കേസെടുത്തത്. വാഹന പരിശോധനയ്ക്കിടെ മനുഷ്യജീവൻ അപകടമുണ്ടാക്കും വിധം പ്രതി വാഹനവുമായി കടന്നുകളഞ്ഞുവെന്നാണ് കേസ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ നൽകുന്ന ഈ വാർത്തയിലേക്ക് ഞാൻ വരുന്നത്. മനുഷ്യ ജീവന് എത്രത്തോളം മറ്റൊരാൾ വില കൊടുത്തു എന്ന വാർത്തയിൽ നിന്നാണ്. അത് എത്രത്തോളം ആശ്വാസത്തോടെയാണ് നമ്മൾ പറഞ്ഞത് എന്നതിനിടയിലാണ് ഒരു യൂട്യൂബർക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത. ധന്യ എസ് ആറിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഹെലനോസ്പാട്ട എന്നാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടി അറിയപ്പെടുകയും ചെയ്യുന്നത്. ഫോട്ടോയിലേക്കൊന്ന് കൂടി നോക്കുകയായിരുന്നു. ഒരിടപ്പോഴാണ് കൃത്യമായി നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനും കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിച്ചു, അപകടകരമാകും തരത്തിൽ വാഹനം കൊണ്ട് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് കേസ്. എപ്പോഴാണ് ഈ സംഭവം? മാധു, ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് രാത്രി വാഹന പരിശോധന നടത്തുകയായിരുന്നു. അതിനിടെ ഈ ദേശീയപാതയിൽ അണങ്കൂർ എന്ന സ്ഥലത്ത് അവിടെ നോ പാർക്കിംഗ് മേഖലയിൽ ഈ കാറ് നിർത്തിയിട്ടത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് പോലീസ് സംഘം ഈ വാഹനത്തിന്റെ അടുത്തേക്ക് പോയത്. പോലീസിനെ കണ്ട ഉടൻ തന്നെ ഈ ധന്യ വാഹനമെടുത്ത് സ്പീഡിൽ ഓടിച്ചു പോവുകയായിരുന്നു. പിന്നീട് പിന്തുടർന്നാണ് പുലർച്ചെ 2 മണിയോടെ പോലീസ് ഈ വാഹനം ഈ ബന്ദിയോട് വെച്ച്, കുമ്പള ബന്ദിയോട് വെച്ച് പിടിച്ചത്. വാഹനത്തിൽ ധന്യ എസ് ആർ ഉണ്ടായിരുന്നു. പിന്നീടാണ് പോലീസ് ഈ പരിശോധന, അതായത് മദ്യപിച്ചോ എന്ന പരിശോധന നടത്തിയത്. അതിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി. അതേ തുടർന്നാണ് ഈ കേസെടുത്തിട്ടുള്ളത്. അപകടകരം വരുന്ന രീതിയിലാണ് വാഹനം ഓടിച്ചത്. അതായത് പോലീസിനെ കണ്ട ഉടൻ തന്നെ പെട്ടെന്ന് വളരെ സ്പീഡിൽ വാഹനം ഓടിച്ച് പോവുകയായിരുന്നു. പിന്നീട് പോലീസിന് ചേസ് ചെയ്ത് പിടിക്കേണ്ടി വന്നു. എന്തായാലും മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിനെതിരെയാണ് ഇപ്പോൾ ധന്യ എസ് ആറിനെതിരെ, അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഹെലനോസ്പാട്ട എന്ന പേരിലാണ് ധന്യ സജീവമായി അറിയപ്പെട്ടിരുന്നത്. എന്തായാലും ധന്യക്കെതിരെ ഇപ്പോൾ കുമ്പള പോലീസ് കേസെടുത്തിരിക്കുകയാണ്.
ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് ഇപ്പോൾ യൂട്യൂബർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മനുഷ്യജീവന് അപകടകരമാം വിധം വാഹനം അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് പോലീസിൽ നിന്ന് വെട്ടിച്ചു കടന്നു കളഞ്ഞു എന്നതുകൂടിയാണ്. ഇനി വലിയ പുള്ളിയായി ഇപ്പൊ ന്യൂസിലൊക്കെയാണ് ചർച്ച. കൊല കൊമ്പിയ കുഞ്ഞിക്കണ്ണ സ്റ്റൈലൻ ചിരിയ ന്യൂസിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ ചെറിയ കാര്യമല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇത്തരം മിന്നും താരമായി തിളങ്ങി നിൽക്കാൻ സാധിക്കുന്നത് ഹെലനോസ് പാട്ടയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്നങ്ങ് കൂട്ടിക്കോ. ഞാനൊരു കാര്യം പറയാം, വെള്ളം അടിച്ചിട്ട് നീ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് തന്നെ തൊട്ടിത്തനോ കാണിച്ചിട്ടുള്ളൂ. നീ എങ്ങനെ ന്യായീകരിച്ച് മെഴുകിയാലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഓക്കെ, വെള്ളം അടിച്ച് നീ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പേരിൽ FIR ഇട്ട് നിന്നെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ നീ വെള്ളം അടിച്ചിട്ടുണ്ട്, ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോളെ നിന്നെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പണ്ട് എനിക്ക് 2020 ആക്സിഡന്റ് ആവുന്ന സമയത്ത് യുവമാർ മെഡിക്കലിൽ കൊണ്ടിട്ടിട്ട് ആദ്യം എൻ്റെ കിടുതാപ്പ് എടുത്തോണ്ട് ഈ ബ്ലഡ് ചെക്ക് ചെയ്യാൻ എൻ്റെ എനിക്ക് യൂറിനോ ബ്ലഡോ എന്തോ ചെക്ക് ചെയ്യാനാണ് പോയത്. എന്തിനി ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ടോന്നൊക്കെ. അടിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ അടിക്കാറില്ല. ഓക്കെ, ഒരു കോളേജിൽ പഠിച്ച സമയത്ത് ആയതുകൊണ്ട് ഉമ്മാർ വിചാരിച്ചാണ് ഞാൻ അടിച്ചും കൊണ്ടാണ് വണ്ടി ഓടിച്ചതെന്ന്. അടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ സേഫായി. അല്ലെങ്കിൽ അന്ന് നാട്ടുകാരെ വീട്ടുകാരെ ഇരിക്കുന്ന അടിച്ചും കൊണ്ട് കിണ്ടിയായിക്കൊണ്ട് പോയി കയറ്റിയെന്ന് പറയുമായിരുന്നു. കേസ് വേറെ വന്നേനെ. അതുകൊണ്ട് ഞാൻ അന്നത്തെ കാര്യത്തിൽ സേഫായി. പക്ഷേ ഇവിടെ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഒരിക്കലും അംഗീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. വെള്ളം അടിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല. അതിന് നീ ഇനി എന്നാ ന്യായീകരണം വന്നിട്ട് ന്യായീകരിച്ചാൽ. ഇനി ഞാൻ വേറൊരു ന്യൂസ് ക്ലിപ്പ് കൂടി കൊടുക്കാം, കാണേ. ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? അതുതന്നെയാണ്, മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസറാണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ ഈ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചുവെന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്. ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇൻസ്പെക്ടറുമായി നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം ഞാൻ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് അറിയില്ല, മറ്റെന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും എന്ന് അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ FIR വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് തന്നെയാണ്, വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടുള്ളത്. അത് ഗുരുതരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ 66-ൽ അതും പുലർച്ചെ സമയത്ത് ഈ 2 മണിയോട് കൂടിയാണ് ഈ വാഹനം പിടികൂടുന്നത്. അതിന് മുമ്പ് ആണ് ഇത്തരത്തിൽ ഈ ഏകദേശം 12 മണിക്ക് മുമ്പായിരിക്കണം ഇത്തരത്തിൽ വാഹനം ഈ നാഷണൽ ഹൈവേ 66-ൽ നിർത്തിയിടുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്, ഫൈൻ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രജനി, ശരി, 2 വാർത്തകളുടെ വിശദവിവരങ്ങളാണ് ഇപ്പോൾ ഫൈസൽ നമുക്ക് നൽകിയത്. അല്ല, എനിക്കൊരു ഡൗട്ട്, ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയൊരു ഡൗട്ടാണ്. ഫൈൻ അടപ്പിച്ചിട്ട് വിട്ടു, വണ്ടി വെള്ളം അടിച്ച് ഓടിച്ചുകൊണ്ട് ഫൈൻ അടിപ്പിച്ചിട്ട് വിട്ടു. പക്ഷേ മീഡിയക്കാർ വിളിച്ച് ചോദിച്ചപ്പോൾ പോലീസുകാരൊന്നും വിട്ടു പറഞ്ഞില്ല എന്നുള്ളൊരു കേസ് പറയുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. ഇനി ഒരു പക്ഷേ വാഹനമായിരിക്കുമോ വെള്ളമടിച്ചിട്ട് ഓട്ടിച്ച്? ഹെലനല്ല, വാഹനം വെള്ളമടിച്ചിട്ട് ഓട്ടിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ഒരു ചുരുളഴിയാത്ത രഹസ്യമായി മാറണ്ടെന്ന് പറഞ്ഞിട്ടാണോ? എനിക്കറിയില്ല. എന്തോ എവിടെ ഒരു ജഗപുക. പക്ഷെ ഹെലന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഹെലനാണെങ്കിൽ പക്ക കോൺഫിഡൻസോടെ നിന്ന് ഞാൻ വരും, ഒരു വരവ് വരും. അതിന് മുന്നേ ഏറിപ്പോയി, അത് വേറെ കാര്യം. എന്തായാലും ഒരു പോസ്റ്റ് കൊടുക്കാം. വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് ഹെലനോസ് പാട്ട പിടിയിൽ, പോലീസ് കൈ കാണിച്ച് വാഹനം നിർത്തിയില്ല, യൂട്യൂബർ SR ധന്യ കസ്റ്റഡിയിൽ എന്നാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഹെലൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹെലന്റെ അമ്മ ഒക്കെ ആരൊക്കെ വിളിച്ച് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെലൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിയേഴ്സ്, കാണാം. എന്റെ ഭഗവാനെ, എല്ലാരും കൂടെ എന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൽനോസ്പേട്ട പോലീസ് സ്റ്റേഷനിലായി, സെൻട്രൽ ജയിലിലായി, എന്നെ തൂക്കിക്കൊന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്റെ പഞ്ചിൽ കുത്തിരിക്കുന്നുണ്ട് ഗൈസ്.
എന്റെ പഞ്ചില് വിശദ വിവരം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, ഒരു 8 മണിക്കുള്ളിൽ ചെയ്യാം. കാരണം ഞാനിപ്പം ഇവിടെ ഡിവൈഎസ്പിന്റെ ഹോസ്പിറ്റലിലും ഓഫീസിൽ വന്നിട്ടാണുള്ളത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായി അയ്യോ എന്റെ മമ്മി, നിങ്ങൾ എന്റെ മമ്മീനെ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ ജയിലല്ല. അപ്പൊ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ചിയേഴ്സ്. അപ്പൊ കട്ടയ്ക്ക് നിൽക്കുകയാണ് ഹെലൻ ഒന്നും ചെയ്തിട്ടില്ല, താൻ കറക്റ്റാണ് എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ഹെലന്റെ ഒരു 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 ആറ്റിറ്റ്യൂഡ്. വെള്ളമടിച്ച് വണ്ടി ഓടിച്ച് വെള്ളമടിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നെറ്റിൽ പോവാം, ഗൂഗിളിൽ പോയിട്ട് നോക്കാം. വെള്ളമടിച്ച് കോൺതിരിഞ്ഞല്ലേ, വെള്ളമടിച്ച് വണ്ടി ഓടിച്ചാൽ ഉള്ള നടപടി എന്താ നോക്കട്ടെ. വെള്ളമടിച്ച് വണ്ടി ഓടിച്ചാലുള്ള നടപടി. ഓക്കെ, വെള്ളമടിച്ച് വണ്ടി ഓടിച്ചാലുള്ള നടപടി എന്താ? ഇതായിരുന്നു ഞാൻ ടൈപ്പ് ചെയ്ത് കയറ്റിയ സാധനം. നമുക്ക് നിയമ നടപടികളൊക്കെ ഒന്ന് നോക്കാം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രാഗ് ആൻഡ് ഡ്രൈവ് ഗുരുതരമായ കുറ്റകരമാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇതിന് കനത്ത പിഴയും തടവ് ശിക്ഷയും ലഭിക്കാം. പരിശോധന. ട്രാഫിക് പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, MVD ഉദ്യോഗസ്ഥർ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചാണ് രക്തത്തിലെ മദ്യത്തിന്റെ അളവ് പരിശോധിക്കുന്നത്. പിഴ. ആദ്യ തവണ മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ 10,000 രൂപ പിഴയും 6 മാസം വരെ തടവും ലഭിക്കാം. അതായത് 6 മാസം വരെ അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഹെലനുണ്ട്. കൂടുതൽ തവണ, രണ്ടാമതോ അതിൽ കൂടുതൽ തവണ ഈ കുറ്റം ആവർത്തിച്ചാൽ 15,000 രൂപ പിഴയും 2 വർഷം വരെ തടവും ലഭിക്കാവുന്നതാണ്. അതായത് ആദ്യമായിട്ട് ഞാൻ വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു എങ്കിൽ എനിക്ക് 10,000 രൂപ 6 മാസം വരെ അകത്തും കിടക്കാം. രണ്ടാമതേ ആവർത്തിച്ചാൽ 15,000 രൂപയും 2 വർഷം തടവെന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചെടുത്ത് തടവി തരുമെന്നല്ല, അകത്ത് കിടക്കുമെന്ന്. ഇനി അങ്ങനെ വല്ലതും ചിന്തിക്കല്ലേ. ലൈസൻസ് റദ്ദാക്കൽ. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കുറഞ്ഞത് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കാനും സാധ്യതയുണ്ട്. കോടതി നടപടികൾ. പിഴയടച്ച് വാഹനം വിട്ടു നൽകുന്നതിന് പകരം മിക്ക കേസുകളിലും കോടതിയിൽ ഹാജരാകേണ്ടി വരും. നിങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? ഉദാഹരണത്തിന് ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ അത് തിരികെ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെ കുറിച്ച്, വാഹനം പിടിച്ചെടുത്താൽ അത് തിരികെ എടുക്കുന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിക്കെന്നറിയണ്ട, ഞാൻ മദ്യപിക്കാത്തതുകൊണ്ട്, എനിക്ക് മദ്യപിച്ച് വണ്ടി ഓടിക്കേണ്ട കഴപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഞാൻ കൂടുതലൊന്നും പരിശോധിക്കാൻ പോകുന്നില്ല. എന്തായാലും ഹെലനോ സ്പാർട്ടയ്ക്കെതിരെ ഈ ഒരു ശിക്ഷ വന്നിട്ടുണ്ട്. ഫൈൻ അടച്ച് തിരിച്ച് വീട്ടിൽ പോവുമോ അതോ ഇനി 6 മാസം നിന്ന് അകത്ത് കിടക്കുമോ എന്താണെന്നൊന്നും പിടിയില്ല. അകത്ത് കിടക്കുമായിരുന്നെങ്കിൽ ഇവള് കാറിൻ്റെ അകത്തിരുന്ന് ചീസ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, വണ്ടി ഓടിച്ചപ്പം വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോളെ നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. നമ്മളൊന്നുമില്ലെങ്കിൽ ഇന്ന് കുണയടിക്കുന്ന ടീംസാണ്, ഞാനായാലും നീ ആയാലും. കുറച്ചൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും, അല്ലെ കയറിപ്പോവും കേട്ടോ. ഉള്ള കാര്യം പറയാം. ഇപ്പൊ ഞാനായാലും തെറ്റ് ചെയ്യാത്തവരായ ആരുമില്ല ഗോപു, തെറ്റ് ചെയ്യാത്ത വ്യക്തിയൊന്നുമല്ല എന്ന് വെച്ചിട്ട് കുറച്ചൊന്നും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസർ ടാഗ് ലൈനൊക്കെ നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഹെലനോ സ്പാർട്ട ഇനി സൂക്ഷിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ നീ വെള്ളം അടിച്ചാണ് വണ്ടി ഓടിച്ചതെങ്കിൽ അതെന്തുകൊണ്ടാണ് ഞാൻ ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഒരു എക്സ്പ്ലനേഷൻ നീ ഇടുമെന്ന് പറഞ്ഞു. അതും കൂടി കേട്ടിട്ട് ബാക്കി പറയാം. അപ്പൊ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല. ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ നമുക്കൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഇപ്പൊ മാരീഡ് ആയല്ലോ, കല്യാണം കഴിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവനുമായിട്ട് വെള്ളം അടിച്ചതായിരിക്കാം, ചിലപ്പോൾ അടിച്ചിട്ടില്ലായിരിക്കാം. എന്തായാലും ഹെലന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി കേൾക്കട്ടെ. പിന്നെ മീഡിയക്കാർ പറയുന്നതിൽ എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പൊ അടിച്ച് തറപ്പറ്റി വെക്കാനുള്ള ആ ഒരു ഇത് പോയി. FIR ഇട്ടിട്ടുണ്ടെങ്കിൽ വകുപ്പ് ഊതിച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചത് തന്നെയാണ്. പിന്നെ സ്റ്റേഷനിലോട്ട് മീഡിയക്കാർ വിളിച്ചപ്പോൾ ഇവർ പോലീസുകാർ വിട്ടൊന്നും പറയുന്നില്ല. അവിടെയാണ് എനിക്കൊരു സംശയം വന്നത്. ഇനി പൈസ വല്ലതും കൊടുത്ത് സെറ്റിൽ ചെയ്ത് എന്തോ ഒരു വശപ്പശൊക്കെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഹെലന്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ കൂടി കണ്ടിട്ട് ബാക്കി ക്ലിയർ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ഇടണം. ബൈ. ആ എക്സ്പ്ലനേഷനിൽ വേറെ കുഴപ്പമില്ല. ഹെലൻ നിരപരാധിയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നീ വെള്ളം അടിച്ചോണ്ട് കെണ്ടി ഓടിച്ചെങ്കിൽ പിന്നെ നീ ഇനി റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരരുത് ഹെലനെ. എനിക്കതേ പറയാനുള്ളൂ. നമ്മൾ ഉപദേശിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഇത് കാണണം. ഇപ്പോൾ ഞാൻ നല്ലവരൊന്നുമല്ല കേട്ടോ, ഞാൻ കേട് കെട്ടവനാ. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഒതുങ്ങി ഇങ്ങനെ എല്ലാം സർവ്വവും മായ എന്ന് പറഞ്ഞുകൊണ്ട് ഒതുങ്ങി നടക്കുവാണ്. കാരണം വള്ളികളൊന്നും പിടിച്ച് വയ്ക്കാൻ വയ്യാത്തണ്ടേ, അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.